കർണാടക ചിക്ക്മംഗ്ലൂരുവിൽ വിനോദയാത്രയ്ക്കിടെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ശ്രീനന്ദയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ചിക്ക്മംഗ്ലൂരു ജില്ലാ ആശുപത്രിയിൽ പൂർത്തിയായി. മൃതദേഹം കുടുംബത്തിന് വിട്ടുനൽകി. വിവരങ്ങളുമായി ചിക്ക്മംഗ്ലൂരുവിൽ നിന്ന് പ്രദീപ് നാരായണൻ ചേരുകയാണ്. പ്രദീപ്, അങ്ങനെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിരിക്കുന്നു. മൃതദേഹം ഇന്ന് തന്നെ നാട്ടിലെത്തിക്കുമോ? എന്താണ് വിശദാംശങ്ങൾ? രസ്ന, അല്പസമയത്തിനകം തന്നെ ശ്രീനന്ദയുടെ മൃതദേഹം ചിക്ക്മംഗ്ലൂരു ജില്ലാ ആശുപത്രിയിൽ നിന്നും ശ്രീനന്ദയുടെ കുടുംബാംഗങ്ങൾക്ക് കൈമാറും. പോസ്റ്റ്മോർട്ടം നടപടികൾ ഒരു 10 മിനിറ്റ് മുമ്പാണ് പൂർത്തിയായത്. മൃതദേഹം ഇപ്പോൾ പൊതിഞ്ഞുകെട്ടി പുറത്ത് എത്തിച്ചിട്ടുണ്ട്. ഫ്രീസർ ആംബുലൻസ് എത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ കാത്തു നിൽക്കുന്നത്. അതിനിടെ ഈ മരണത്തിൽ ദുരൂഹത ഇല്ല എന്ന തരത്തിലുള്ള ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിൽ കൃത്യമായും പറയുന്നത് ദുരൂഹത സംശയിക്കാൻ തക്കത്തിലുള്ള മറ്റ് മുറിവുകളൊന്നും ആ മൃതദേഹത്തിൽ കാണാനില്ല. എന്നാൽ വസ്ത്രം കീറിയിട്ടുണ്ട്. അത് വീണപ്പോൾ മരത്തിൻ്റെ ചില്ലയിലോ മറ്റോ തട്ടി കീറിപ്പോയതായിരിക്കാം എന്ന ഒരു നിഗമനത്തിലാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് എത്തിച്ചേർത്തിരിക്കുന്നത്. എന്തായാലും കുടുംബത്തിൻ്റെ ആശങ്കയിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. ആ ആശങ്ക നേരത്തെ തന്നെ അവർ പങ്കുവച്ചതാണ്. നേരത്തെ ശ്രീനന്ദയുടെ അച്ഛൻ രമേശുമായി നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് തങ്ങളുടെ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ആ ആശങ്ക ദൂരീകരിക്കണമെങ്കിൽ ഈ അന്വേഷണ നടപടികൾ പൂർത്തിയാകേണ്ടതുണ്ട്. എന്തായാലും പോസ്റ്റ്മോർട്ടത്തിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് നാളെയോടുകൂടി മാത്രമേ ലഭ്യമാകുകയുള്ളൂ. കൂടാതെ ഫോറൻസിക് റിപ്പോർട്ടും കൂടി വന്നാൽ മാത്രമേ തൻ്റെ മകൾക്ക് എന്ത് സംഭവിച്ചു എന്നതിലെ ആശങ്ക ദൂരീകരിക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം പുറത്തെത്തിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം ശ്രീനന്ദയുടെ മൃതദേഹം കുടുംബാംഗങ്ങൾക്ക് കൈമാറും. എന്തായാലും ഇന്ന് രാത്രി 11:30 തന്നെ ഇവിടെ നിന്നും ആംബുലൻസ് മൃതദേഹം പാലക്കാട്ടേക്ക് കൊണ്ടുപോകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി വരികയാണ്. ജസ്ന, കർണാടക ചിക്ക്മംഗ്ലൂരുവിൽ വിനോദയാത്രയ്ക്കിടെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ശ്രീനന്ദയുടെ പോസ്റ്റ്മോർട്ടം ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. ഇന്ന് തന്നെ മൃതദേഹം നാട്ടിലെത്തിക്കുമെന്നാണ് പറയുന്നത്. പ്രദീപ് നാരായണൻ തുടരുന്നുണ്ട്. പ്രദീപ്, നമുക്കറിയാം അത്യന്തം സങ്കടകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. നേരത്തെ തന്നെ കുടുംബം ഈ മരണത്തിൽ ചില ദുരൂഹതകളൊക്കെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ പൂർണ്ണമായും എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ പോലും കുടുംബം മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവരെന്തെല്ലാം കാര്യങ്ങളിലാണ് ഇപ്പോൾ ദുരൂഹത ആരോപിക്കുന്നത്? ഇപ്പോഴും അതിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയാണോ പ്രദീപ്? തീർച്ചയായും അതിൽ അവർ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ശ്രീനന്ദയെ കാണാതായിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. തങ്ങളുടെ അടുത്ത് നിന്നും ഒരു 10 മിനിറ്റിനകം ശ്രീനന്ദയെ കാണാതാകുന്നു. എന്നാൽ ഇന്ന് മൃതദേഹം ലഭിച്ചത് അതിൽ നിന്നും അല്പം മാറിയുള്ള സ്ഥലത്താണ്. ഇതിലാണ് ഇവർ കുടുംബം ഒരു ദുരൂഹത സംശയിക്കുന്നത്. കാരണം വീണുപോയതാണെങ്കിൽ പോലും ഈ സ്ഥലം എങ്ങനെ മാറുന്നു? മാണിക്യധാര വെള്ളച്ചാട്ടത്തിലെ വ്യൂ പോയിന്റിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടിന് സമീപമാണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് താഴേക്ക് വീണാൽ പതിക്കേണ്ട ഒരു സ്ഥലമുണ്ട്. എന്നാൽ മൃതദേഹം ലഭിച്ചത് മറ്റൊരു സ്ഥലത്തു നിന്നാണ്. അതിലാണ് ഒരു ദുരൂഹത അവർ ഉന്നയിക്കുന്നത്. എന്തായാലും അവർ ആ ദുരൂഹത ഉന്നയിക്കുന്നുണ്ട് എങ്കിൽ കൂടിയും പോലീസ് അന്വേഷണവുമായി കൃത്യമായി സഹകരിക്കും. പോലീസിൻ്റെ അന്വേഷണത്തിൽ അവർ ഒരിക്കലും ഒരു സംശയം പ്രകടിപ്പിക്കുന്നുമില്ല. പോലീസ് ആത്മാർത്ഥമായി സഹകരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അപ്പോഴും തങ്ങളുടെ മകൾക്ക് എന്താണ് സംഭവിച്ചത് എന്നതിലൊരു വ്യക്തമായ ഒരു റിപ്പോർട്ട് ലഭിക്കണമെന്ന ഒരാഗ്രഹം പിതാവ് രമേശ് നേരത്തെ തന്നെ പങ്കുവച്ചിരുന്നു. പോസ്റ്റ്മോർട്ടത്തിൻ്റെ പ്രാഥമിക റിപ്പോർട്ടും അന്തിമ റിപ്പോർട്ടും വന്നു കഴിയുമ്പോൾ അതിലൊരു വ്യക്തത വരുമെന്ന ഒരു പ്രതീക്ഷ കൂടി അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കർണാടക ചിക്ക്മംഗ്ലൂരുവിൽ വിനോദയാത്രയ്ക്കിടെയാണ് ദുരൂഹ സാഹചര്യത്തിൽ ശ്രീനന്ദ മരിക്കുന്നത്. ശ്രീനന്ദയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇന്ന് തന്നെ മൃതദേഹം പാലക്കാട് എത്തിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.